പ്രിയപ്പെട്ടവരെ, നിലമ്പൂരിലെ ഇന്നത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാം. എനിക്ക് പറയാനുള്ളത്, അൻവർ ഈ മണ്ഡലത്തിൽ ജയിക്കേണ്ട അനിവാര്യത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ നാടിൻ്റെ സ്പന്ദനമാണ് ശ്രീ അൻവർ. ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളോടും ഒരു കമ്മിറ്റ്മെൻറ്റുള്ള നേതാവാണ് അദ്ദേഹം. ആദിവാസി മേഖലയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ആദിവാസി സഹോദരനെ ആന ചവിട്ടി കൊന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി പോലും ഒന്ന് നോക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ്റോ ആരും ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി സമരം ചെയ്ത് ജയിലിൽ പോയ ഒരാളാണ് അൻവർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഇന്ന് പലരും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം എന്നും പാവങ്ങളുടെ ഒപ്പം, പാവങ്ങളുടെ കൂടെ അൻവർ നിലകൊണ്ടിരുന്നു എന്നാണ് സത്യം. ഞാനും ബഹുമാനപ്പെട്ട അൻവറൊക്കെ സത്യത്തിൽ കോൺഗ്രസ്സുകാരാണ്. എന്തിന് ഇത്രയും പിടിവാശി ഈ സതീശൻ കാണിക്കുന്നത്? അദ്ദേഹത്തിന് 4-5 മാസമായി അദ്ദേഹത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. അദ്ദേഹം 5 മാസമായി ഇങ്ങനെ വെയിറ്റ് ചെയ്തു മുന്നണിയിലെടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു തീരുമാനവും ആക്കാതെ പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കേണ്ടതായിട്ടാണ് വന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അൻവറിനെ ഒഴിവാക്കിയ UDFിൻ്റെ നേതൃത്വം ഒരു പുനർവിചിന്തനം നടത്തണമെന്നാണ് എനിക്കിതിൽ ഈ സമയത്ത് പറയാനുള്ളത്. അദ്ദേഹത്തിനെ കൂടി ഒപ്പം നിർത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പിലും UDFിന് ജയിക്കാനുള്ള സകല സാധ്യതയുമുള്ള ഒരു സന്ദർഭമാണ്. ആശാ വർക്കേഴ്സിനെ കൂടെ നിർത്തുന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെയും ഈ ഗവൺമെൻറ്റും തികച്ചും പരാജയമാണെന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇവിടെ നിലമ്പൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ UDFിൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ കോടിക്കണക്കിന് രൂപയാണ് സുഹൃത്തുക്കളെ ചെലവാക്കുന്നത്. വെറും 50 രൂപ ഈ പാവങ്ങൾക്ക് വർദ്ധിപ്പിക്കുന്നതിന് പകരം അതെല്ലാം ഒഴിവാക്കി ഈ സമരം കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. നിങ്ങൾക്കറിയാം, PSC ബോർഡ് മെമ്പർമാരുടെയൊക്കെ വേതനം 4-5 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും 50 രൂപ വർദ്ധിപ്പിക്കുവാൻ ഇവിടുത്തെ അധികാരികൾ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യുന്ന കൊള്ളരായ്മകൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്താവും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, കോവിഡ് വീണ്ടും കേരളത്തിൽ സജീവമാകുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ആശാ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയൂ എന്നൊരു സത്യം നാം എല്ലാവരും മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ അൻവർ ജയിക്കേണ്ട ആവശ്യകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്നും നിലകൊള്ളുന്ന, ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ നിൽക്കുന്ന, ഇവിടുത്തെ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ കൂടെ നിലനിൽക്കുന്ന ശ്രീ അൻവർ ജയിക്കണമെന്നാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ജനാധിപത്യ വിശ്വാസികളും വിശ്വസിക്കുന്നത്. ആയതിനാൽ ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലാണ്. അദ്ദേഹം ജയിക്കേണ്ടത് നിലമ്പൂരിൻ്റെ മാത്രം ആവശ്യമല്ല, ഈ നാടിൻ്റെ, കേരളത്തിൻ്റെ ഒരു പൊതുവായ ഒരു കാര്യമായിട്ടാണ്. ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി ബഹുമാന്യായ PV അൻവറിനെ തിരഞ്ഞെടുക്കുമെന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം.